കർണാടകത്തിൽ 2026 അക്കാഡമിക് ഇയറിൽ MBBS, BDS, BSc നഴ്സിംഗ് ഈ 3 കോഴ്സുകളുടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് ക്യാമ്പസുകളുടെ 15% സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ നേടാൻ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ജാനുവരി 17-നും ഫെബ്രുവരി 16-നും ഇൻ ബിറ്റ്വീൻ കർണാടകത്തിൻ്റെ വെബ്സൈറ്റായ CET-online-karnataka.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. കർണാടകത്തിലെ ഒരു ഗവൺമെൻറ് സീറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട. പകരം നീറ്റ് എക്സാമിനേഷനിലൂടെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ ഡെന്റൽ കോളേജുകളിലും BSc നഴ്സിംഗിനും ആപ്ലിക്കേഷൻ ആഗ്രഹിക്കുന്നവരാണ്. കർണാടകത്തിലെ ഗവൺമെൻറ് സീറ്റിൽ 25% സീറ്റ് കേരളത്തിലെ കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിലുള്ള വിദ്യാർത്ഥികൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. അതിന് എലിജിബിലിറ്റി ലഭിക്കണമെങ്കിൽ ഏപ്രിൽ 4-ന് നടക്കുന്ന ഒരു ലാംഗ്വേജ് ടെസ്റ്റ് എഴുതണം. ഇതിനോടൊപ്പം കർണാടകത്തിൽ BSc നഴ്സിംഗിന് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം പോരാ, ഏപ്രിൽ 23-നും 24-നും നടക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ എഴുതണം. ഇതിനോടൊപ്പം തന്നെ MBBS-നും BDS-നുമാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നീറ്റിൻ്റെ സ്കോർ അനുസരിച്ചിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുക. ആ അലോട്ട്മെന്റ് നടക്കുന്ന സമയത്ത് നീറ്റിന്റെ സ്കോർ കർണാടകത്തിന്റെ വെബ്സൈറ്റിൽ നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കർണാടകത്തിൽ ടോട്ടൽ 20 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. ആ ക്യാമ്പസുകളിലും ഇതിനോടൊപ്പം അവിടുത്തെ ഒരു ബെസ്റ്റ് ക്യാമ്പസായ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലും ഒക്കെ റിസർവേഷൻ അനുസരിച്ചുള്ള അഡ്മിഷൻസ് ലഭിക്കണമെങ്കിലും നമ്മളിപ്പോൾ തന്നെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇനി കർണാടകത്തിൽ മാത്രമല്ല, ഇതേപോലെ ഓരോ സ്റ്റേറ്റിലും നടക്കുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് നമ്മൾ ഈ ചാനലിലൂടെ കൃത്യമായി നിങ്ങളെ എത്തിച്ചുകൊണ്ടേയിരിക്കും. ആൽഫ അക്കാഡമിയിലൂടെ പഠിക്കുക മാത്രമല്ല, മികച്ച കരിയർ ഓപ്ഷൻസിലേക്ക് എത്താനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എൻട്രൻസിന്റെ പുതിയൊരു അപ്ഡേറ്റ്സും ന്യൂസുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.